നമസ്കാരം. പതിരും കതിരും. ധനസജീവൻ ജയഭേരി മുഴക്കി. പ്രജാപതിയുടെ ദുർഗന്ധത്തെ സുഗന്ധമെന്ന് വാഴ്ത്തി. അത് കേട്ട് കൊട്ടാരം ദർബാറിന് പുറത്തുള്ള വിദൂഷകർ ആർത്തു വിളിച്ചു. പ്രജാപതിയുടെ വിസർജിക്കലിനെ ആഘോഷമാക്കിയ കഥയാണ് OV വിജയൻ ധർമ്മപുരാണത്തിൽ പറഞ്ഞത്. പ്രജാപതിക്ക് വേണ്ടി ശംഖു വിളിച്ചു നടന്ന ധനസജീവനെ ഓർമ്മിപ്പിക്കുകയാണ് നിലമ്പൂരെ MLA അൻവർ ക. പ്രജാപതിയുടെ ദുർഗന്ധത്തെ ഇപ്പോഴദ്ദേഹത്തിന് തിരിച്ചറിയാമെന്നായിരിക്കുന്നു. ദർബാറിനുള്ളിൽ ആകെ വിസർജ്യമാണെന്ന സത്യമറിയാൻ വളരെ വൈകി. എന്നിട്ടും വിസർജ്യം വിട്ടൊരു കളിക്കില്ല അൻവറിക്ക. കൊച്ചിയിലേക്ക് വരാൻ ബക്കറ്റ് നിറയുന്നത് കാത്തിരിക്കുകയാണ്. ആരാധക വൃന്ദങ്ങൾ ഉത്സാഹിച്ചാൽ ആ ബക്കറ്റ് പെട്ടെന്ന് നിറച്ചു കൊടുക്കാം. എന്തിനാണ് ശുചിമുറി മാലിന്യവുമായി മലപ്പുറത്ത് നിന്നും കൊച്ചിയിലേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ അഡ്വക്കേറ്റ് ജയശങ്കർ വക്കീൽ അവിടെയാണുള്ളത്. അദ്ദേഹത്തിൻ്റെ തലയിലാണത് ഒഴിക്കേണ്ടത്. ആരോ കൊല്ലാൻ വരുന്നേ, എനിക്ക് സംരക്ഷണം വേണേ എന്ന് പറയുന്ന പുള്ളി ശുചിമുറി മാലിന്യവുമായി കൊച്ചിക്ക് വരുമ്പോൾ അതിനും പോലീസിൻ്റെ കാവൽ വേണ്ടി വരില്ലേ? അതിലും എളുപ്പമല്ലേ ലൈസൻസ് ഉള്ള തോക്കുമായി കൊച്ചിക്ക് വരുന്നത്? ഒരൊറ്റ ഉണ്ട കൊണ്ട് കാര്യം സാധിക്കാം. വല്ലാതെ നാറുകയും വേണ്ട. എന്തായാലും തൻ്റെ പ്രജാപതി ഉപയോഗിച്ച വാക്കുകൾ കടമെടുത്താണ് അൻവർ അഡ്വക്കേറ്റ് ജയശങ്കറിനെ ഭീഷണിപ്പെടുത്തുന്നത്. സമൂഹത്തിലെ ഉന്നതരെ മുഴുവൻ ജയശങ്കർ വക്കീൽ വിമർശിക്കുന്നു, ആക്ഷേപിക്കുന്നു എന്നൊക്കെയാണ് അൻവറിൻ്റെ പരാതി. അതിലൊരു ഉന്നതൻ അൻവറാണ്. മുട്ടുന്നെങ്കിൽ കൊമ്പനോട് മുട്ടണമെന്നാണ് എൻ്റെ ബാപ്പ എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന വീരസ്യം പറഞ്ഞ പുള്ളിയാണ് ജയശങ്കർ ഉന്നതനോട് മുട്ടുന്നതിൽ പരിഭവിക്കുന്നത്. അൻവറിന് മതവികാരം വല്ലാതെ തലയ്ക്കു പിടിച്ചു എന്ന ജയശങ്കർ വക്കീലിൻ്റെ ആരോപണമാണ് അദ്ദേഹത്തെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുള്ളത്. ശുചിമുറി മാലിന്യം ജയശങ്കറിൻ്റെ തലയിൽ ഒഴിച്ചാലും പോരാ, മുണ്ടഴിക്കുകയും വേണം പുള്ളിക്ക്. എന്നിട്ട് വേണം ഹൈക്കോടതിക്ക് മുമ്പിലൂടെ മുണ്ടില്ലാതെ വക്കീലിനെ നടത്താൻ. ആ മുണ്ടിൻ്റെ അടിയിൽ കാക്കി നിക്കർ കാണാമത്രേ. പ്രജാപതിയുടെ മുണ്ടിനടിയിലും കാക്കി നിക്കറാണെന്ന് തിരിച്ചറിഞ്ഞത് മുതലാണ് ഈ അൻവറുക്ക വല്ലാതെ പ്രകോപിതനാകുന്നത്. ദിവസം ചെല്ലുംതോറും വായ പോയ കോടാലിയാണ് താനെന്ന് അൻവർ തെളിയിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ കേട്ട് വക്കീലിന് ഭയമുണ്ടോ? വാക്കിന് വീക്കി അന്തകനെയും പറപ്പിക്കുന്ന പുള്ളിക്കുണ്ടോ ഭയം? കക്കൂസ് മാലിന്യം ശേഖരിക്കാൻ ലൈസൻസ് ഉള്ള പുള്ളിയാണ് അൻവറെന്ന് മാത്രമേ വക്കീൽ പ്രതികരിച്ചിട്ടുള്ളൂ. ഒരു മനുഷ്യൻ എത്രമാത്രം താഴ്ന്ന് തറയാകാമെന്നതിന് തെളിവാണ് അൻവറിൻ്റെ ഭീഷണി വീഡിയോ. അൻവർക്ക് അമേധ്യവുമായി വരുന്ന വണ്ടിക്ക് അകമ്പടി സേവിക്കാൻ കൊതിച്ച് കാത്തിരിക്കുകയാണ് ആരാധകർ. അയാൾക്ക് അങ്ങനെ തന്നെ വേണം, വേഗം വരൂ, കമിഴ്ത്തു എന്നൊക്കെ പറഞ്ഞ് സൈബർ ചാവേറുകൾ വല്ലാതെ ആഹ്ലാദിക്കുന്നുമുണ്ട്. ഒരു ചുണക്കുട്ടി ഇതാ കേരളത്തിൽ പിറവിയെടുത്തിരിക്കുന്നു. ഇതാണ് അവരുടെ മട്ട്. വേണമെങ്കിൽ ഈ മിഷൻ വൻ വിജയമാക്കാൻ ഒരു സെപ്റ്റിക് ടാങ്ക് തന്നെ ഇക്ക നിലമ്പൂരിൽ നിന്നും കൊണ്ടുവരും. വക്കീലിൻ്റെ തലയിൽ കമഴ്ത്തിയതിൻ്റെ ബാക്കി കൊണ്ടുപോയി തലസ്ഥാനത്തിരിക്കുന്ന P ശശിയുടെ തലയിൽ കൂടി കമഴ്ത്തണം. എന്നിട്ടും അധികം വന്നാൽ അത് പിണറായിക്ക് വെച്ചേക്കണം. ഏത് നിമിഷവും എന്നെ കൊല്ലും, എൻ്റെ വീടിന് പോലീസിൻ്റെ കാവല് വേണമെന്ന് പറയുന്ന പുള്ളിയാണ് മറ്റൊരാളെ ഭീഷണിപ്പെടുത്താനും മുണ്ടുപറിക്കാനും പോകുന്നതെന്ന് ഓർക്കണം. ദാവൂദിൻ്റെ ശിഷ്യൻ ADGP ആയിരിക്കുമ്പോൾ അയാളുടെ പോലീസ് തന്നെ അൻവറിൻ്റെ വീടിന് കാവൽ നിന്നാൽ എന്താകും അവസ്ഥ? ഇത്രയൊക്കെ വീരശൂര പരാക്രമിയായ അങ്ങയെ കൊല്ലാൻ കരുത്തുള്ള ഏതവനുണ്ട് ഈ നാട്ടിൽ? പരമശുദ്ധനും ധൈര്യശാലിയും വിശാല മനസ്കനും ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലാത്ത പരാക്രമിയുമായിട്ടും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇതുവരെ ഭയം മാറിയിട്ടില്ല. ക്ലിഫ് ഹൗസിൻ്റെ സുരക്ഷ കൂട്ടാൻ 4.5 ലക്ഷം കൂടി അനുവദിച്ചു കഴിഞ്ഞു. ക്ലിഫ് ഹൗസിൻ്റെ പരിസരത്ത് ഇപ്പോൾ തന്നെ കർശന സുരക്ഷയാണ്. നേരത്തെ ഗേറ്റിൽ മാത്രമായിരുന്നു പരിശോധന. ഇനി മുതൽ നീന്തൽക്കുളം, ചാണകക്കുഴി എന്നിവിടങ്ങളിൽ എല്ലാം ക്യാമറ സ്ഥാപിക്കും. മുകളിലൂടെ പറക്കുന്ന പരുന്തുകളെ പ്രത്യേകം നിരീക്ഷിക്കും. ഇനി കേരളത്തിൽ 2 പരാക്രമികളുള്ളതിൽ ഒന്ന് മുഖ്യനും രണ്ടാമൻ അൻവറുമാണ്. പക്ഷേ രാത്രിയിൽ കിടന്നുറങ്ങണമെങ്കിൽ നിറതോക്കുമായി പോലീസ് കാവൽ നിൽക്കണം എന്ന അവസ്ഥയാണ്. ഫേസ്ബുക്കിലെ ആരാധക വൃന്ദങ്ങളെ ഒരു തരിമ്പും വിശ്വസിക്കരുത്. അമേധ്യവുമായി വരുന്ന വഴി എവിടെയെങ്കിലും കിടന്ന് നിലവിളിച്ചാൽ ഒരൊറ്റ CPMകാരനും നിങ്ങളെ രക്ഷിക്കാൻ കാണില്ല അൻവറെ. കാരണം അവരും നിരീക്ഷണത്തിലാണ്. പിണറായിക്ക് സംരക്ഷണം കൊടുക്കാൻ കേരളത്തിലെ പോലീസ് തികയുന്നില്ല. പിന്നല്ലേ നാട്ടുകാരെ മുഴുവൻ ഭീഷണിപ്പെടുത്തുന്ന അൻവറിൻ്റെ വീടിന് കാവൽ നിൽക്കുന്നത്? ധൈര്യശാലിയാണെങ്കിൽ നെഞ്ചു വിരിച്ച് നടക്കണമെന്നേ. കൊമ്പനാനെ എതിരെ വന്നാലും മാറടാ ഹമുക്കെ എന്ന് പറയണം. തൻ്റെ പാർക്കിൽ നിന്നും ഇരുമ്പുവടം മോഷ്ടിച്ച തദ്ദേശീയനായ കള്ളനെ കണ്ടുപിടിക്കാൻ
ഇതുവരെ കഴിയാത്ത പുള്ളിയാണ് ഈ കരുത്തനായ MLA. ഇപ്പോൾ നിലവിളിയും ഭീഷണിയും ഒന്നിച്ചു കൊണ്ടുപോവുകയാണ്. തോട്ടിപ്പണിക്കാർ ഇന്ന് ഈ നാട്ടിലില്ല. ഒരു MLA നേരിട്ടിറങ്ങി ആ പണി ചെയ്യുന്നത് കേരളത്തിന് തന്നെ അപമാനമാണ്.